ദുൽഖറും ഫഹദും ഒന്നിക്കുന്ന ഒരു ഗാങ്സ്റ്റർ ഫിലിം വരുന്നതായ റിപ്പോർട്ടുകൾ. നിലവിൽ ഈ സിനിമ ഇപ്പോൾ ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിൽ വിജയ് ബാബു നിർമ്മിച്ചേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ തന്നെ ഈ സിനിമ ഒരു മൾട്ടി സ്റ്റാർ ചിത്രമായതുകൊണ്ട് തന്നെ മറ്റുള്ള ഹീറോസും ഈ സിനിമയിൽ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും സിനിമയുടെ ഒരു അനൗൺസ്മെന്റ് എല്ലാം ഉടൻ പ്രതീക്ഷിക്കാം. മമ്മൂട്ടിയെ നായകനാക്കി ഗൗതം മേനോൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ടൈറ്റിൽ ഫസ്റ്റ് ലുക്ക് ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണല്ലോ. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്നാണ് ഇപ്പോൾ സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത്. സിനിമയുടെ പോസ്റ്ററെല്ലാം നോക്കുകയാണെങ്കിൽ ഈ സിനിമയിൽ മമ്മൂട്ടി ഒരു ഡിറ്റക്റ്റീവ് റോളിൽ എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഫിലിമായിട്ടാണ് വരുന്നത്. നിലവിൽ സിനിമയുടെ ഷൂട്ട് വർക്കെല്ലാം ഇപ്പോൾ കഴിയാനായി എന്നും സിനിമ ഇപ്പോൾ ഈ വർഷം അവസാനം റിലീസിനുണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ദുൽഖർ നായകനാവുന്ന കാന്ത സിനിമയുടെ പൂജ എന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ദുൽഖറിന് കൂടാതെ തന്നെ ഭാഗ്യശ്രീയും അതുപോലെ റാണയുമാണ് സിനിമയിൽ മറ്റുള്ള പ്രധാന വേഷത്തിലെത്തുന്നത്. ഈ സിനിമ നിർമ്മിക്കുന്നത് റാണയും അതുപോലെ തന്നെ ദുൽഖറും ചേർന്നാണ്. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്ക് ശേഷം പ്രണവ് മോഹൻലാൽ നായകനാവുന്ന അടുത്ത സിനിമയാണല്ലോ കൊരട്ടാല ശിവ സംവിധാനം ചെയ്യുന്ന തെലുങ്ക് സിനിമ. ഈ സിനിമയിൽ ഇപ്പോഴത്തെ മ്യൂസിക് ഡയറക്ടറായി DSPO അല്ലെങ്കിൽ അനിരുദ്ധ ആയിരിക്കും എത്തുക എന്നാണ് അപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും സിനിമയുടെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റിനായിട്ട് കാത്തിരിക്കാം. ഷാറൂഖ് ഖാൻ നായകനാവുന്ന അടുത്ത സിനിമയാണല്ലോ കിങ് എന്ന ചിത്രം. സിനിമയിൽ ഇപ്പോഴത്തെ മ്യൂസിക് ഡയറക്ടറായി അനിരുദ്ധ ആയിരിക്കും എത്തുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നിലവിൽ സിനിമയുടെ റിലീസെല്ലാം ഉണ്ടാവുക അടുത്ത വർഷം അവസാനമായിരിക്കും. അക്ഷയ് കുമാറിനെ നായകനാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ഒരു ഹിന്ദി സിനിമ ഇപ്പോൾ വരുന്നു. ഈ സിനിമ ഒരു ഹൊറർ കോമഡി ഫിലിം ആയിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ തന്നെ സിനിമയിൽ നായികയായി കരീന കപൂറിനെയും അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ആസിഫ് അലി ചിത്രമായ കിഷ്കിന്ധകാണ്ഡം എന്ന സിനിമയുടെ സെൻസറിങ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സിനിമയ്ക്ക് UA സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. കൂടാതെ തന്നെ സിനിമയുടെ റൺ ടൈം എന്ന് പറയുന്നത് 2 മണിക്കൂറും 3 മിനിറ്റോളമാണ്. സിനിമയുടെ ടീസറെല്ലാം നോക്കുകയാണെങ്കിൽ ഈ സിനിമ ഒരു മിസ്റ്ററി ത്രില്ലർ ഫിലിമായിട്ടായിരിക്കും വരിക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും സിനിമയുടെ റിലീസെല്ലാം ഇപ്പോൾ ഓണം കൺഫേം ആക്കിയിട്ടുണ്ട്. ദിലീപ് നായകനാവുന്ന അടുത്ത സിനിമയാണല്ലോ ബാബാബ എന്ന ചിത്രം. സിനിമയുടെ ഫസ്റ്റ് ഷെഡ്യൂൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി സിനിമയുടെ രണ്ടാമത്തെ ഷെഡ്യൂളിലായിരിക്കും ദിലീപ് ഈ സിനിമയിൽ ജോയിൻ ചെയ്യുക. സിനിമയുടെ റിലീസെല്ലാം അടുത്ത വർഷമായിരിക്കും ഉണ്ടാവുക. സൂര്യയുടെ അടുത്തതായി റിലീസിനെത്തുന്ന സിനിമയാണല്ലോ കങ്കുവ എന്ന ചിത്രം. സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം ഇപ്പോൾ വമ്പൻ റെക്കോർഡ് തുക വിറ്റുപോയി എന്നാണ് അറിയാൻ കഴിയുന്നത്. 100 കോടിക്ക് മുകളിൽ ഈ സിനിമയുടെ റൈറ്റ്സ് എല്ലാം വിറ്റുപോയി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അജിത്തിന്റെ കാലങ്ങളായി കാത്തിരിക്കുന്ന ഒരു സിനിമയാണല്ലോ വിടാമുയർച്ചി. സിനിമയുടെ റിലീസ് ഇപ്പോൾ ഇതാ ടീം പ്ലാൻ ചെയ്യുന്നത് ഒക്ടോബറിൽ ദീപാവലി റിലീസായിട്ടായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ സിനിമയുടെ അപ്ഡേറ്റുകളെല്ലാം ഇനി പ്രതീക്ഷിക്കാം. തഗ് ലൈഫ് സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ ചെന്നൈയിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ ഈ ഷെഡ്യൂളിൽ ഇപ്പോൾ ഇതാ സിംബു, തൃഷ, അശോക് സവിൻ എന്നിവരുടെ ഭാഗങ്ങളാണ് ഷൂട്ട് ചെയ്യുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഇവരുടെ ഭാഗങ്ങളെല്ലാം ഈ മാസത്തോളം കംപ്ലീറ്റ് ആകുമെന്നും സിനിമ ഡിസംബർ റിലീസായി വന്നേക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കമൽഹാസന്റെ ഭാഗങ്ങളെല്ലാം ആൾറെഡി ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒക്ടോബർ 3 റിലീസ് ഉറപ്പിച്ച മോഹൻലാൽ സിനിമയാണല്ലോ ബറോസ് എന്ന ചിത്രം. സിനിമയുടെ റിലീസ് ഇപ്പോൾ ഇനിയും വൈകിയേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയുടെ VFX വർക്കുകൾ ഇനിയും ചെയ്യാനുണ്ടെന്നും അതുകൊണ്ടായിരിക്കും സിനിമ റിലീസ് നീണ്ടു പോവുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒരു പക്ഷേ സിനിമയുടെ റിലീസ് നവംബറിലോ ഡിസംബറിലോ ഇനി പ്രതീക്ഷിക്കാം.